പ്രിൻസസ് ആൻഡ് ദ വെയർവുൾഫ് എന്ന ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഹോങ്ഷുവിന് ലിജിങ്ങിനോട് ഒരു സീക്രട്ട് ക്രഷുണ്ട്. ഇപ്പോൾ ചിബയുടെ അസിസ്റ്റന്റായിട്ട് അവൾക്കാണ് ഡ്യൂട്ടി കിട്ടിയിരിക്കുന്നത്. അവനാണെങ്കിൽ രാജാവിന്റെ അസിസ്റ്റന്റും. അതുകൊണ്ട് ഭാവിയിൽ തമ്മിൽ കാണാൻ കൂടുതൽ അവസരങ്ങൾ ഉണ്ടായേക്കും എന്ന് പറഞ്ഞ് അവൾ അന്ന് രാത്രി അവന് ഷേക്ക് ഹാൻഡ് നൽകാനായി കൈനീട്ടുന്നു. പക്ഷെ അവന്റെ കൈകൾക്ക് വിഷമുള്ളത് കൊണ്ട് ഗ്ലൗസ് ധരിക്കാതെ അവൻ ഒന്നിലും തൊടാറില്ല. ഞാൻ ഗ്ലൗസ് ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ കൈ കൊടുക്കാതെ ഒഴിഞ്ഞു മാറുന്നു. ഹോങ്ഷു നിരാശയായിട്ടാണ് അവിടെ നിന്ന് പോയത്. താൻ ഇങ്ങനെയായി പോയതിൽ അവന് നല്ല വിഷമമുണ്ട്. സ്വപ്നത്തിൽ മുലാങ്ങിന്റെ വികൃത രൂപം കണ്ട് പേടിച്ചാണ് ചിബ അടുത്ത ഉണർന്നത്. ഹോങ്ഷു അവളുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഞാൻ ഇവിടെ വിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് ചിബ അപ്പോൾ തന്നെ പുറത്തിറങ്ങി ഓടുന്നു. അവളെ പിടിക്കാനായി ഹോങ്ഷു പുറകെയും ഓടുന്നു. പൂച്ച നല്ല ഓട്ടക്കാരിയാണല്ലോ. ചിബയേക്കാൾ സ്പീഡിൽ അവൾ ഓടിയെത്തുന്നു. ഹോങ്ഷുവിന് ലിജിങ്ങിനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് തലേദിവസം അവളുടെ സംസാരത്തിൽ നിന്ന് ചിബ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അവൻ വരുന്നു എന്ന് പറഞ്ഞ് അവളുടെ ശ്രദ്ധ തെറ്റിച്ച് അവൾ എസ്കേപ്പ് ആകാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് വെറും തൽക്കാലത്തേക്ക് മാത്രമായിരുന്നു. അവൾ എത്ര ഓടിയിട്ടും അവളേക്കാൾ മുന്നേ ഹോങ്ഷു ഓടിയെത്തുന്നു. തോറ്റുകൊടുക്കാൻ തയ്യാറില്ലാതെ ചിബ മാറിയും തിരിഞ്ഞും പല വഴിക്കും ഓടി നോക്കുന്നു. ഓട്ടത്തിലൂടെ അവൾക്ക് ഒരു പ്രയോജനം ഉണ്ടാകുന്നുണ്ട്. കൊട്ടാരത്തിന്റെ ഏകദേശം ഒരു ഔട്ട്ലൈൻ അവൾക്ക് മനസ്സിലാകുന്നു. എവിടെയൊക്കെയാണ് കാവൽക്കാർ ഉള്ളത്, എവിടെയൊക്കെയാണ് കാവൽക്കാർ കുറവുള്ളത്, ഏത് വഴി പോയാൽ അവിടെ നിന്ന് പുറത്തു കടക്കാം എന്നൊക്കെ അവൾക്ക് ഏകദേശം ഐഡിയ കിട്ടുന്നു. കാവൽക്കാർ കുറവുള്ള ഒരു വഴി പുറത്തു കടക്കാനായി അവൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഹൈതാങ് വേഷം മാറാൻ മിടുക്കിയാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അവൾ വേഷം മാറി മറ്റൊരു രൂപത്തിലാണ് കൊട്ടാരത്തിൽ കഴിയുന്നത്. ചിബയെ വാച്ച് ചെയ്യാൻ മാസ്റ്റർ പറഞ്ഞതിനാൽ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അവൾ. ഓട്ടപ്പാച്ചിലിനൊടുവിൽ ചിബ ഹോങ്ഷുവിന്റെ കണ്ണുവെട്ടിച്ച് കൊട്ടാരത്തിന് പുറത്തു കിടക്കുന്നു. പക്ഷെ തെരുവിലേക്ക് ഇറങ്ങിയതും ആളുകൾ ഏതോ അത്ഭുത ജീവിയെ കണ്ടതുപോലെ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. അവർ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള തന്റെ വേഷമാണ് പ്രശ്നം എന്നവൾക്ക് മനസ്സിലാകുന്നതിനാൽ വേഷം മാറാൻ അവൾ തീരുമാനിക്കുന്നു. ഒരു ഫോർച്യൂൺ ടെല്ലറെ മണിയടിച്ച് വില കൂടിയൊരു വള അയാൾക്ക് സമ്മാനമായി നൽകി അയാളുടെ വേഷം വാങ്ങി ധരിച്ച് അവൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ അവളെ കണ്ടാൽ ആണാണെന്നേ പറയൂ. അവൾ ഈ ചെയ്യുന്നതൊക്കെ അവൾ അറിയാതെ നമ്മുടെ മുലാങ് കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പകൽ സമയമായതുകൊണ്ട് അവൻ അവന്റെ സുന്ദര രൂപത്തിലാണ്. അവനൊരു മെഡിസിനൽ ബാത്ത് നടത്താൻ വേണ്ടി അവിടെ അടുത്തുള്ള ബാത്ത് ഹൗസിൽ വന്നതായിരുന്നു. ആ സമയത്താണ് ചിബ രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. ഹോങ്ഷു കൊട്ടാരത്തിൽ അവളെ അന്വേഷിച്ച് നടക്കുകയാണ്. കിഴക്കേ ഭാഗത്ത് ഗേറ്റിലൂടെ ചിലപ്പോൾ തെരുവിലേക്ക് പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാവൽക്കാർ പറഞ്ഞു എന്നൊക്കെ ലിജുൻ അവനെ അറിയിച്ചത്. ഇന്നലെ രാത്രിയിൽ തന്റെ രൂപം കണ്ട് അവൾ ആകെ പിടിച്ചിരിക്കുകയായിരിക്കും എന്നറിയാവുന്നതുകൊണ്ട് മറ്റാരെയും അവളെ അന്വേഷിച്ച് വിടാതെ അവൻ തന്നെ നേരിട്ട് അന്വേഷിച്ചിറങ്ങിയതാണ്. കിഴക്ക് ഭാഗത്തെ സിറ്റി ഗേറ്റിനടുത്തായി അവിടുത്തെ സൈന്യത്തിന്റെ ഡെപ്യൂട്ടി കമാൻഡറായ ഹ്യൂദി പെട്രോളിങ്ങിനെത്തിയിരുന്നു. മരപ്പട്ടിയുടെ ബ്ലഡ് ലൈനിൽ പെട്ടതാണ് ഹുദി. ആൾ കുറച്ച് സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള കൂട്ടത്തിലാണ്. ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ, ടെൻഷനായി കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ കഴിയാതെ ആളെ ഗ്യാസ് വിട്ട് അടുത്തുള്ളവരെയൊക്കെ നാറ്റിക്കും. സൈന്യം ചെക്കിങ് നിൽക്കുന്ന കണ്ടിട്ടും ചിബ അത്ര കാര്യമാക്കാതെ ഗമയിൽ മുന്നോട്ട് പോയതാണ്. പക്ഷേ ഹൂദി അവളെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് ID കാണിക്കാൻ ആവശ്യപ്പെടുന്നു. അതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന ചിബ ആ ഫോർച്യൂൺ ടെല്ലറുടെ IDയും വാങ്ങി വെച്ചിരുന്നതിനാൽ അത് കാണിക്കുന്നു. നക്ഷത്രങ്ങൾ നോക്കി ഭാവി പ്രവചിക്കാൻ വേണ്ടിയാണ് സിറ്റിക്ക് പുറത്തേക്ക് പോകുന്നതെന്ന് അവൾ പറയുന്നു. അതൊക്കെ വിശ്വസനീയമായി തോന്നിനാൽ ഹുദി അവളെ പോകാൻ അനുവദിച്ചതാണ്. അപ്പോഴാണ് അവളെ വിടരുത്, അവൾ കള്ളിയാണെന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കുള്ള ഫോർച്യൂൺ ടെല്ലർ അവിടേക്ക് ഓടി വന്നത്. അയാൾ തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയോടെ ചിബ പെടുന്നു. മുലാങ് അയാൾക്ക് അവൾ നൽകുന്നതിനേക്കാൾ കുറെ കൂടി വിലപിടിപ്പുള്ള ഒരു ജേഡ് ലോക്കറ്റ് നൽകിയിട്ടാണ് അയാളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത്. അവൻ കുറച്ചപ്പുറത്തെ ലിജുവിനൊപ്പം നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. ഇനി അവൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്ന് ഉറപ്പായതോടെ അവൻ ബാത്ത് ഹൗസിലേക്ക് പോകുന്നു. ചിബ ഹുദിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പല നമ്പറും മുറക്കി നോക്കുന്നുണ്ട്. കൂട്ടത്തിൽ അവളുടെ സൗന്ദര്യത്തെ പുകഴ്ത്തിക്കൊണ്ട് ബട്ടർഫ്ലൈ ബ്ലഡ് ലൈൻ ആണോ എന്ന് ചോദിക്കുന്നു. ഹുദിക്ക് തന്റെ ബ്ലഡ് ലൈനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്ന നാണക്കേടാണ്. അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് നിനക്കെന്ത് വേണമെന്ന് ചോദിച്ച് അവൾ ചിബയോട് ദേഷ്യപ്പെടുന്നു. ആ സമയത്ത് അവൾ ടെൻഷനെ അറിയാതെ താഴെ കൂടി ഗ്യാസ് പോകുന്നു. നാറ്റം കാരണം ആ പരിസരത്ത് ആർക്കും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചിബ ഇത് ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ഹുദിയുടെ കൂടെയുള്ളവർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയാവുന്നത് കൊണ്ട് അവരെല്ലാം അടക്കിച്ചിരിക്കുകയാണ്. ഹുദി അവരോടെല്ലാം ദേഷ്യപ്പെടുന്നു. ചിബ അവളുടെ ബ്ലഡ് ലൈനെ കുറിച്ച് എന്തോ ചോദിക്കാൻ വാതുറന്നപ്പോഴേക്കും ഹുദി അവളുടെ കഴുത്തിന് നേരെ വാളുയർത്തുന്നു. രക്ഷപ്പെടാനായി ഞാൻ ഇവിടുത്തെ ഭാവി രാജ്ഞിയാണ്, എന്നെ ഉപദ്രവിക്കാൻ മാത്രം നിനക്ക് ധൈര്യമായോ എന്ന് ചിബ ചോദിക്കുന്നു. അങ്ങനെ ഒരു രാജകുമാരി കൊട്ടാരത്തിൽ എത്തിയിട്ടുണ്ടെന്നും അവൾ മിസ്സിംഗ് ആണെന്നും ഒക്കെ അറിഞ്ഞിരുന്ന ഹുദി കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവളുടെ അടുത്ത് ചെന്ന് ഇത് ശരിക്കും മിസ്സിംഗ് ആയ രാജ്ഞി തന്നെയാണെങ്കിലോ എന്ന് ചോദിച്ചെങ്കിലും ഇവൾ കള്ളം പറയുകയാണെന്ന് പറഞ്ഞ് ഹുദി അത് വിശ്വസിക്കാൻ തയ്യാറാകാതെ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. വേറെ വഴിയില്ലെന്ന് കണ്ടപ്പോൾ ചിബ മുമ്പത്തെ പോലെ ഒരു പൊടിപ്രയോഗം നടത്തി അവരുടെ എല്ലാം കണ്ണു വെട്ടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഹുദി അവളെ പിടിക്കാനായി പുറകെ ഓടുന്നുണ്ട്. ചിബ ഓടിച്ചെന്ന് കയറിയത് ആണുങ്ങളുടെ ബാത്ത് ഹൗസിലാണ്. അവിടെ പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് ഹുദി അതിനുള്ളിലേക്ക് കയറാതെ പുറത്തു തന്നെ നിൽക്കുകയാണ്. അത് മനസ്സിലായത് ചിബ അവിടെ നിന്നുകൊണ്ട് അവളെ വെല്ലുവിളിക്കുന്നൊക്കെ ഉണ്ട്. മാത്രമല്ല അവളുടെ മുന്നിൽ വെച്ച് താടിയും മീശയുമൊക്കെ ഇളക്കി എറിഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോകുന്നു. പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലമായതുകൊണ്ട് നാട്ടുകാർ ശ്രദ്ധിക്കുന്നതിനാൽ ഹുദി അതിനുള്ളിലേക്ക് കയറാതെ തിരിച്ചിറങ്ങുന്നുണ്ട്. ഇന്ന് അവധിയാണ് എന്നുള്ള ബോർഡ് അകത്ത് കണ്ടപ്പോൾ ചിബയ്ക്ക് സന്തോഷമാകുന്നു. ആരുടെയും ശല്യം ഉണ്ടാകില്ലല്ലോ. പുറകിലൂടെ എങ്ങനെ വേറെ വാതിലുണ്ടെന്ന് അന്വേഷിച്ച് അവൾ ചെന്ന് കയറിയത് ഒരു കുളിമുറിക്കുള്ളിലാണ്. അവിടെ മുലാങ് ഇരുന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. അകത്താരെ ഇരിക്കുന്ന കണ്ട് ചിബ സഡൻ ബ്രേക്ക് ഇട്ട് തിരികെ പോകാൻ തുടങ്ങിയതാണ്. പക്ഷേ ആരോ ആക്രമിക്കാൻ വന്നതാണെന്ന് കരുതി അവൻ വെള്ളത്തിൽ നിന്ന് ചാടിക്കയറി ഡ്രസ്സൊക്കെ എടുത്ത് ധരിച്ചുകൊണ്ട് അവളെ ആക്രമിക്കാനായി മുന്നോട്ട് ചെല്ലുന്നു. തൊട്ടടുത്തെത്തിയപ്പോഴാണ് അവളാണെന്ന് കണ്ടത്. അവൻ വേഗം ഒഴിഞ്ഞു മാറുന്നു. പുറത്തു കൂടി ഒരു കോട്ട് ധരിച്ചിട്ടുണ്ടെങ്കിലും അവന്റെ ബോഡി മസിൽസ് കുറച്ചൊക്കെ പുറത്ത് കാണാം. സെക്സി ബോഡിയുടെ ഫാനായ ചിബ അവനെ ശരിക്ക് വായി നോക്കുന്നു. നാണക്കേട് തോന്നി അവൻ ഡ്രസ്സ് നേരെ പിടിച്ചിരുന്നുണ്ട്. പ്രിൻസസ് എന്ന് വിളിച്ചാണ് അവൻ അവളോട് സംസാരിച്ചത്. ഞാൻ പ്രിൻസസ് ആണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി എന്നവൾ ചോദിച്ചപ്പോഴാണ് അവൻ അബദ്ധം മനസ്സിലായത്. ആണിന്റെ വേഷത്തിലായിട്ട് പോലും ഒരു പരിചയമില്ലാത്ത ഇവന് തന്നെ അങ്ങനെ മനസ്സിലായി എന്ന് അവൾ സംശയിക്കുന്നു. ആ സമയത്ത് ലുജിൻ അവിടേക്ക് ഒരു ശബ്ദം മുലാങ് കേൾക്കുന്നു.
അവനിപ്പോൾ വന്ന് താൻ രാജാവാണെന്ന രീതിയിൽ സംസാരിച്ചാൽ തന്റെ ഐഡന്റിറ്റി അവൾക്ക് മനസ്സിലാക്കും എന്ന് പേടിച്ച് അവൻ വേഗം തന്റെ ഡ്രസ്സ് എടുത്ത് ധരിച്ച് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മറ്റൊരു വഴിയിലൂടെ പുറത്തേക്ക് ഓടുന്നു. കുറെ ദൂരം ചെന്നപ്പോൾ ഞാൻ പ്രിൻസസ് ആണ് എന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായതെന്ന് ചോദിച്ചവൾ അവനെ പിടിച്ചു നിർത്തുന്നു. മാത്രമല്ല അവന്റെ കയ്യിൽ നിന്ന് കൈവലിച്ചെടുക്കുന്നുമുണ്ട്. അവളെ തട്ടിക്കൊണ്ടുവന്ന ദിവസം അവളുടെ ബോഡി ഗാർഡിന്റെ കയ്യിൽ നിന്ന് എടുത്ത ടോക്കൺ ആ സമയത്ത് അവന്റെ ഡ്രസ്സിൽ നിന്നും താഴെ വീഴുന്നു. അവൾ അതെടുത്ത് നോക്കുന്നത് കണ്ടപ്പോൾ അവളെ തട്ടിക്കൊണ്ടുവന്നത് താനാണെന്ന് ഇപ്പോൾ തിരിച്ചറിയും എന്ന് വിചാരിച്ച് അവൻ പേടിച്ചതാണ്. പക്ഷെ അവൻ തന്റെ ബോഡി ഗാർഡായിരുന്ന സിമയാണ് എന്ന് അവൾ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. ആ ടോക്കൺ സിമയുടെയാണ് എന്ന് അവൾക്കറിയാമായിരുന്നു. സിമയെ ഫുൾ ടൈം മാസ്കും കോട്ടും ധരിച്ച് നടക്കുന്നതിനാൽ അവന്റെ മുഖം അവൾ കണ്ടിട്ടില്ല. തന്നെ തട്ടിക്കൊണ്ടുവന്ന സമയത്ത് തന്നെ രക്ഷിക്കാൻ വേണ്ടി ഫോളോ ചെയ്ത് അവനും ഇവിടെ എത്തിയതാണെന്ന് അവൾ തെറ്റിദ്ധരിക്കുന്നു. അവളെ തട്ടിക്കൊണ്ടുവരാൻ പോയ സമയത്ത് ഒരു തവണ സിമയെ കണ്ടതിനാൽ അവൾ പറഞ്ഞതിനൊത്ത് കള്ളം പറഞ്ഞ് നിൽക്കാനും അവനും പറ്റുന്നു. അങ്ങനെ അത് സിമയെ തന്നെയാണ് എന്ന് അവൾ വിശ്വസിക്കുന്നു. സ്വന്തം നാട്ടുകാരനെ അവിടെ വെച്ച് കണ്ടതിന്റെ സന്തോഷത്തിൽ അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത്രയൊക്കെ ആയപ്പോൾ അവൾ വിശ്വസിക്കുന്ന രീതിയിൽ അവൻ വേറെ കുറെ കള്ളങ്ങൾ കൂടി പറയുന്നു. ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അവിടെ എത്തിയത്. പിന്നീട് ബോധം വന്നപ്പോഴാണ് ബീസ്റ്റ് സിറ്റിയിലാണെന്ന് അറിഞ്ഞത്. തന്റെ കഴിവ് കണ്ട് മുലാങ് തന്നെ അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡാക്കി. മുലാങ്ങിന് ബാത്ത് ഹൗസിൽ വന്ന് കുളിക്കാൻ ഇഷ്ടമാണ്. വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്യാനായി എന്നെ അവിടെ ഇരുത്തിയതാണ് എന്നൊക്കെ കുറെ കള്ളങ്ങൾ പറഞ്ഞ് അവൻ അവളെ വിശ്വസിപ്പിക്കുന്നു. മുലാങ് നൽകിയതാണെന്ന് പറഞ്ഞ് ലിജോങ് എന്ന പേരും പറഞ്ഞു കൊടുത്തിട്ട് ഇവിടെ ആയിരിക്കുമ്പോൾ ആ പേരിൽ വിളിച്ചാൽ മതി എന്നും അവൻ പറയുന്നു. മുലാങ് നല്ലവനാണെന്ന രീതിയിൽ ഇടയ്ക്ക് രണ്ട് വാക്ക് പൊക്കി പറയാനും അവൻ മറക്കുന്നില്ല. പക്ഷെ അവൾക്ക് അതൊന്നും കേൾക്കാനുള്ള മനസ്സ് പോലും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഇവിടെ തിരിച്ചു പോകാൻ കഴിയുക എന്ന് മാത്രമാണ് അവൾക്കറിയേണ്ടത്. മുലാങ്ങിന് മാത്രമേ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അറിയുകയുള്ളൂ. അതുകൊണ്ട് അവൻ വഴിയല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് തിരികെ പോകാൻ കഴിയില്ല. ഇനിയുള്ള നമ്മുടെ ലക്ഷ്യം ഇവിടെ നിന്ന് എങ്ങനെ തിരികെ പോകാമെന്നുള്ളതായിരിക്കണം എന്നൊക്കെ അവൾ അവനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ലിജുൻ അവനെ വിളിച്ചുകൊണ്ട് അവിടേക്ക് വരുന്ന ശബ്ദം കേട്ടത്. ഇപ്പോൾ അവൻ തന്നെ കണ്ടാൽ ഇതുവരെ പറഞ്ഞ കള്ളങ്ങളൊക്കെ പൊളിയും എന്നുള്ളത് കൊണ്ട് അവൻ വേഗം അവളെയും പിടിച്ചുകൊണ്ട് ഒളിച്ചിരിക്കുന്നു. എന്നെ അന്വേഷിച്ച് മുലാങ് ലിജുനെ പറഞ്ഞയച്ചതായിരിക്കണം. നമ്മൾ ഒരുമിച്ച് ഇവിടെ വെച്ച് കണ്ടാൽ അത് പ്രശ്നമാകും എന്ന് പറഞ്ഞാണ് അവൻ ഒളിച്ചിരിക്കുന്നത്. ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവനെ അവിടെ ഇരുത്തിയിട്ട് അവൾ എഴുന്നേറ്റ് കുറച്ച് മാറി നിന്ന് തലയിലുണ്ടായിരുന്ന ഹെയർപിൻ എടുത്ത് താഴെയിട്ട് അതിന്റെ മുകളിൽ കയറുന്ന ബഹളം വയ്ക്കാൻ തുടങ്ങുന്നു. ലിജുൻ അത് കേട്ട് അവിടേക്ക് വരുന്നു. അവളെ ആവേശത്തിൽ അവിടെ വെച്ച് കണ്ട് അവൻ ആകെ അമ്പരക്കുന്നു. കൊട്ടാരത്തിൽ ഇരുന്ന് ബോറടിച്ചത് കൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ചുറ്റിക്കാണാൻ ഇറങ്ങിയതാണ് എന്നവൾ പറയുന്നു. എന്റെ ഹെയർപിൻ കാണാനില്ല, ഒന്ന് കണ്ടുപിടിച്ച് തരാമോ എന്ന് ചോദിച്ചാൽ അവൾ കുറേ സമയം അവനെ അവിടെ പിടിച്ചു നിർത്തുന്നു. കുറച്ചു നേരം തിരഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ ഷൂവിനടിയിൽ കിടക്കുന്ന ഹെയർപിൻ അവൻ കാണുന്നു. അവനത് പറഞ്ഞതും അപ്പോൾ കണ്ടതുപോലെ അവൾ അതെടുത്ത് തലയിൽ കുത്തുന്നുണ്ട്. തിരികെ കൊട്ടാരത്തിലേക്ക് കൊണ്ടാക്കാം എന്നവൻ പറഞ്ഞപ്പോൾ അവൾ എതിർപ്പൊന്നുമില്ലാതെ കൂടെ ചെല്ലുന്നു. പോകുന്നതിന് മുമ്പ് ലിഷോങ് നിൽക്കുന്നിടത്തേക്ക് നോക്കി കണ്ണു കാണിക്കുന്നുമുണ്ട്. അവളുടെ ഈ സ്മാർട്ട്നെസ്സും എടുക്കുമൊക്കെ കാരണം ഇപ്പോൾ തന്നെ അവന്റെ മനസ്സിൽ അവളോട് ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു. ചിബ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഹോങ്ഷുവിന് സമാധാനമായത്. മുലാങ് തിരികെ എത്തി ബാത്ത് ഹൗസിൽ സംഭവിച്ചതൊക്കെ ലിജുനോട് പറയുന്നു. സിമയാണ് താനെന്ന് അവൾ തെറ്റിദ്ധരിച്ചത് കാരണം ഇനി മറ്റൊരു ഐഡന്റിറ്റിയിൽ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ കഴിയില്ല. ഇവിടെ ആരും എൻ്റെ ശരിക്കുള്ള മുഖം കണ്ടിട്ടില്ലാത്ത കൊണ്ട് പ്രശ്നമില്ല. ഇനിയിപ്പോൾ പകൽ സമയത്ത് ഞാൻ രാജാവിൻ്റെ ഏറ്റവും വിശ്വസനായ ബോഡി ഗാർഡ് ലീ ആയിരിക്കും. അതനുസരിച്ച് വേണം നിൽക്കാൻ എന്നൊക്കെ അവൻ ലിജിന് നിർദ്ദേശങ്ങൾ നൽകുന്നു. ഏത് രീതിയിലാണെങ്കിലും ഇപ്പോൾ രണ്ടുപേരും ഒരു പരസ്പര ധാരണയിലെത്തിയ സ്ഥിതിക്ക് ഹോളിപ്പേൽ വീണ്ടെടുക്കാൻ വേണ്ടി കിസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൂടെ എന്ന് ലിജിൻ അവനോട് ചോദിക്കുന്നു. അത് ശരിയായ രീതിയല്ല. എനിക്ക് അവളെ ചീറ്റ് ചെയ്യാൻ യാതൊരു ഉദ്ദേശവുമില്ല. അവളുടെ ആത്മാർത്ഥമായ സ്നേഹം വേണമെങ്കിൽ ഞാൻ അവളോട് ആദ്യം ആത്മാർത്ഥത കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് മുലാങ് അവനെ വഴക്ക് പറയുന്നു. ഇപ്പോൾ അവൾ ദാഷ്യയിലേക്ക് തിരിച്ചു പോകാനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സഹായിക്കാനെന്ന് പറഞ്ഞ് അവളോട് കൂടുതൽ ഇടപഴകാൻ സാധിച്ചേക്കും എന്നും അവൻ കണക്ക് കൂട്ടുന്നു. ഒരു തവണ രക്ഷപ്പെടാൻ ശ്രമിച്ചതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയതൊക്കെ ചിബ ഒരു പേപ്പറിൽ മാപ്പ് പോലെ വരച്ചു വെക്കുന്നു. നാളെ അത് ലീക്കൊപ്പം വിശദമായി പഠിച്ചിട്ട് രക്ഷപ്പെടാനുള്ള അടുത്ത ശ്രമം നടത്തണം എന്നൊക്കെ അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹോങ്ഷു അവൾക്ക് ഫുഡുമായി വന്നത്. അവളുടെ കയ്യിൽ മാപ്പിരിക്കുന്നത് കണ്ടെങ്കിലും എന്താണെന്ന് ഹോങ്ഷുവിന് മനസ്സിലാക്കുന്നില്ല. ഞാൻ വെറുതെ ചിത്രം വരയ്ക്കുകയാണെന്ന് ചിപ്പ പറഞ്ഞപ്പോൾ അവളത് വിശ്വസിക്കുന്നു. പകൽ മുഴുവൻ ഓട്ടമത്സരം നടത്തിയത് കൊണ്ട് അവൾക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താല്പര്യത്തോടെയാണ് ഭക്ഷണം കഴിക്കാൻ റെഡിയായത്. പക്ഷേ ഫുഡ് കണ്ടപ്പോൾ തന്നെ അവളുടെ വയറ് നിറയുന്നു. കുറെ പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ചിവയ്ക്ക് ഫുഡിൻ്റെ കൂടെ ഇറച്ചി മസ്റ്റാണ്. ഇവിടെ മൃഗങ്ങളെ ഉപയോഗിച്ച് മരുന്നുണ്ടാക്കി പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷിച്ചതിന് ശേഷം ഇറച്ചി ആരും ഉപയോഗിക്കാൻ പാടില്ലെന്ന് പൂർവികർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആരും ഇറച്ചി കഴിക്കാറില്ല. ഇവിടുത്തെ ആചാരങ്ങളുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ ഹോങ്ഷു അവളോട് പറയുന്നു. അവിടെ നിൽക്കുന്നിടത്തോളം കാലം പച്ചക്കറി കഴിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് ചിബ കരഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.